ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന വിഷയത്തിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഈക്വൽ ഗ്രൂപ്പ് അഥവാ തുല്യമായ കൂട്ടം എന്ന ചാപ്റ്ററിലെ ബാക്കി പോർഷൻസ് ആണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഡിവിഷനിലെ ഹരണത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ബാക്കി പ്രവർത്തനത്തിലോട്ട് പോകാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പ്രോസസ്സുകൾ കുറച്ചും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദി എംപ്റ്റി സ്പേസസ് എന്ന ആക്ടിവിറ്റി ആയിരുന്നു നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അല്ലേ. കംപ്ലീറ്റ് ദി എംപ്റ്റി സ്പേസസ് എന്നുള്ളതായിരുന്നു. നോക്കിക്കാൻ മക്കളെ, മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം എന്താണ്, നമുക്ക് കളങ്ങൾ പൂരിപ്പിക്കൂ എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. നോക്കിക്കാൻ മക്കളെ, അവിടെ നമുക്ക് 2 പ്രവർത്തനങ്ങളാണുള്ളത് കേട്ടോ. നോക്കിക്കേ, ആദ്യത്തതിൽ നമുക്ക് 6 ആണ് ആൻസർ കിട്ടേണ്ടത്, സെക്കൻഡ് വണ്ണിൽ നമുക്ക് 3 ആണ് ആൻസർ കിട്ടേണ്ടത് അല്ലേ. അതായത് ഏതൊക്കെ 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുക അഥവാ ഹരിക്കുന്ന സമയത്താണ് 6 ആൻസർ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. അപ്പം നോക്കിക്കേ മക്കളെ, അവിടെ 1 നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് 80 ഡിവൈഡഡ് ബൈ 3 തന്നിട്ടുണ്ട് അല്ലേ. 18 ഹരിക്കണം 3 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം അവിടെ തന്നിട്ടുണ്ട്. 18 ഹരിക്കണം 3 ചെയ്താൽ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക, 6 ആണ് ആൻസർ വരിക അല്ലേ. എത്രയാണ് മക്കളെ, 6 ആണ് ആൻസർ വരിക. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലേ. അതായത് ഇവിടെ 3 × 6 മക്കളൊന്ന് ചെയ്ത് നോക്കിക്കുക, ഏതാണ് ആൻസർ വരുന്നത്, 18 ആണ് ആൻസർ വരുന്നത് അല്ലേ. അതായത് 6നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 18 കിട്ടുക എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ നോക്കിക്കേ, 12 ഡിവൈഡഡ് ബൈ ഏത് നമ്പർ ചെയ്താലാണ് മക്കളെ നമുക്ക് 6 കിട്ടുക. കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ 6നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് 12 കിട്ടുക എന്ന് നോക്കിയാലും മതി അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ 6ൻ്റെ ടേബിൾ ഒന്ന് എല്ലാവരും പറഞ്ഞേ മക്കളെ, എന്താണ്, എങ്ങനെയാണ് 6ൻ്റെ ടേബിൾ വരിക. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 to 10 വരെയുള്ള ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്നുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, എങ്ങനെയാണ് വരിക, നമുക്ക് ആദ്യം 1 × 6 എത്രയാണ്, 6 ആണ്. ദെൻ 2 × 6 എത്രയാണ് മക്കളെ വരുന്നത്, 12 ആണ് വരുന്നത്. 3 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 18 ആണ് അല്ലേ. അടുത്തത് എത്രയാണ് മക്കളെ വരിക, 24 ആണ് വരിക അല്ലേ. അത് കഴിഞ്ഞിട്ട് എത്ര വരും, 30 വരും, പിന്നെ 36 വരും അല്ലേ. ഓക്കെ, പിന്നെ 42 വരും, അങ്ങനെ പോവാണ് ചെയ്യുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്താണ് അറിയേണ്ടത്, 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഏത് കിട്ടുന്നത്, 12 കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെയല്ലേ മക്കളെ. അപ്പോൾ 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നോക്കിക്കേ, 6 × 2 എന്നുള്ളതാണ് എന്ത്, 12 എന്ന് വരുന്നത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 12 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ അല്ലേ, 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ് ആൻസർ കിട്ടുക. 12 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 6 ആണ് ആൻസർ വരിക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ഇവിടെ ഏതോ ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടണം, 6 ആൻസർ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 5 കിട്ടുക, 6 × 5 എത്രയാണ് നമ്പർ എന്ന് നോക്കണം അല്ലേ. അതല്ലേ നമുക്ക് അവിടെ കിട്ടുക മക്കളെ. 6 × 5 എത്രയാണ്, 6 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 എത്രയാണ്, 30 ആണ്, 30 ആണ് അല്ലേ. അപ്പോൾ അവിടെ എത്രയാണ് മക്കളെ, 30 ആണ്. 30 ഹരിക്കണം 5 ആണ് എന്ത് മക്കളെ ആൻസർ, 6 വരുന്നത്. 30 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എന്ത് കിട്ടും, 6 കിട്ടും അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഏതാണ് കിട്ടേണ്ടത്, ഏതോ ഒരു നമ്പറിനോട് 6 ഡിവൈഡ് ചെയ്ത സമയത്ത് ആൻസർ എത്രയാണ് വന്നത്, 6 വന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 6 × 9 ചെയ്താൽ മതില്ലേ. ആ നമ്പർ ആയിരിക്കും എന്ത് അവിടെ നമുക്ക് കിട്ടേണ്ട ആൻസർ. 6 × 9 എത്രയാണ് മക്കളെ, നമ്മുടെ ടേബിളിലോട്ട് വന്നേ. നമ്മൾ പറഞ്ഞു 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 30, 6 × 6 36, 7 × 6 42, 8 × 6 48, 9 × 6 എത്രയാണ്, 54 ആണ് വരുന്നത് അല്ലേ. 9 ഗുണിക്കണം
6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 54. അപ്പോൾ ഇവിടെ എത്ര വരും മക്കളെ? യെസ് 54 ആണ് കിട്ടുക, അല്ലെ 54 കിട്ടുക. 54 ഹരിക്കണം 9 ചെയ്താലാണ് എന്ത് ആൻസർ കിട്ടുക? 6 എന്ന് കിട്ടുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടുകാരടുത്ത് സ്വയം എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാലേ 4 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 24 ആണ് അല്ലേ? 4 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? 24 ഡിവൈഡഡ് ബൈ 4. 24 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് മക്കളെ? നമുക്കറിയാം 4 × 6 ആണ് എന്ത്? 24 എന്ന് പറഞ്ഞത്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 6 ആണ് അല്ലേ മക്കളെ? 4ൻ്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിക്കേ. 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16, 5 × 4 20, 6 × 4 24 അല്ലേ? അപ്പോൾ ഏതാണ്? 24 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എഴുതാം. അതുപോലെ മറ്റൊന്നുകൂടി നമ്മളടുത്ത് സ്വയം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് ഇവിടെ നോക്കിക്കേ 36 അല്ലേ? 36 നമുക്ക് എന്താണ്? 6 × 6 ആണ് എന്ത്? 36 എന്ന് പറയുന്നത്. 6 × 6 ആണ് 36 എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? 36 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതിക്കൂടെ മക്കളെ? 36 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതിയാൽ എന്താവും? എന്താണ് ആൻസർ വരിക? 6 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് 6 ആൻസർ കിട്ടുന്ന രീതിയിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യാം? അവിടെ ക്രിയകൾ എഴുതാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അതുപോലെ തന്നെ നമ്മളടുത്ത് അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3ൻ്റെത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് ചെയ്യുന്നത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 3ൻ്റെ ടേബിൾ അറിയണം അല്ലേ? ഏതൊക്കെയാണ് മക്കളെ? 1 × 3 3 ആണ്, പിന്നെ 6 9 12 15 18 21 24 27 30 അല്ലേ? 1 × 3 3, 2 × 3 6, 3 × 4 9, 4 × 4 3 × 4 9. സോറി മക്കളെ, ഒന്നുകൂടി നോക്കിക്കേ. 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15, 6 × 3 18, 7 × 3 21, 8 × 3 24, 9 × 3 27, 10 × 3 30 അല്ലേ? 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15, 6 × 3 18, 7 × 3 21, 8 × 3 24, 9 × 3 27, 10 × 3 എത്രയാണ്? 30. ഇങ്ങനെയല്ലേ മക്കളെ വരുന്നത്? ഓക്കെ, അപ്പോൾ ഈ ടേബിൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട് മക്കളെ? യെസ് 18 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ആൻസർ ശരിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? 6 × 3 ചെയ്തേ മക്കൾ എത്രയാണ്? 1 × 6 6, 2 × 6 12, 3 × 6 എത്രയാണ്? 18 ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് കൂടി ചെയ്യണം അല്ലേ? നോക്കിക്കേ മക്കളെ, അടുത്ത നമ്പർ ഏതാ നമുക്ക് തന്നിട്ടുള്ളത്? 12 അല്ലേ തന്നിട്ടുള്ളത്? 12നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 3 കിട്ടുക മക്കളെ? ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ്? നോക്കിക്കേ, ഇവിടെ നമുക്ക് 1 × 3 ചെയ്തപ്പം 3 അല്ലേ? 1 × 3 ആണെന്ത്? 3 അല്ലേ? 2 × 3 6, 3 × 3 9, 4 × 3 ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 12 നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? 4 × 3 ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 12 കിട്ടിയത്. അപ്പം നമുക്ക് 12 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? 3 കിട്ടും. 12 ഹരിക്കണം 4 ആണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇവിടെ നമുക്ക് 5 അല്ലേ? ഏതോ ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും മതി മക്കളെ? ആ 3 × 5 ചെയ്താലും മതി. എത്രയാണ്? 3 × 5 എന്ന് പറഞ്ഞാൽ 3 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്, 15 ആണ് അല്ലേ? അതായത് 15 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 15 ഹരിക്കണം 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 3 ആണ് ആൻസർ കിട്ടുക. അടുത്ത നമുക്ക് ഏതോ ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് 3 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 × 3 ചെയ്യണം അല്ലേ? 1 × 9 9, 2 × 9 18, 3 × 9 എത്രയാണ്? 27 27 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഗുണനപ്പട്ടിക അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടെണ്ണം നമ്മളടുത്ത് സ്വയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നോക്കിക്കേ മക്കളെ, മിസ് ഇവിടെ എഴുതാണ് 21 ഡിവൈഡഡ് ബൈ 7 എത്രയാണ് മക്കളെ? 7 × 3 ഒന്ന് ചെയ്ത് നോക്കിക്കേ. 1 × 7 എത്രയാണ്? 1 × 7 7, 2 × 7 എത്രയാണ്? 14, 3 × 7 എത്രയാണ്? യെസ് 21 ആണ് അല്ലേ? 1 × 7 7, 2 × 7 14, 3 × 7 എത്രയാണ്? 21. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം?
21/7 എന്നത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അതുപോലെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഒന്നുകൂടി നമ്മൾ കണ്ടെത്തണം. നോക്കിക്കേ മക്കളെ, മിസ്സ് 9/3 വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ എഴുതുന്നത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള 9/3 എത്രയാണ് മക്കളെ? 9/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 എണ്ണത്തിനെ 3 തുല്യ ഭാഗങ്ങളാക്കുക അല്ലേ? അപ്പോൾ എത്രയാണ് മക്കളെ? എന്ത് ചെയ്താൽ മതി? 3 × 3 എത്രയാണ്? 9 ആണ്. 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്തരത്തിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മക്കൾക്ക് ചെറിയൊരു ഹോംവർക്ക് ഇവിടെ മിസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് എന്ത് കാണാം? കുറച്ചുകൂടെ പെയിൻറ്റിൻ്റെ ക്യാൻസ് കാണാം അല്ലേ? ഡിഫറെൻറ്റ് കളറായിട്ടുള്ള പെയിൻറ്റ്സിൻ്റെ ക്യാൻസ് ഉണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് എന്തുണ്ട്? കുറച്ച് പെയിൻറ്റിൻ്റെ തുള്ളികൾ ഇങ്ങനെ ഒറ്റി വീണതിൽ നമുക്ക് കാണാം കുറച്ച് പ്രോബ്ലംസ് കാണാം അല്ലേ? ഡിവൈഡ് ചെയ്യാനുള്ള അഥവാ ഹരിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ നോക്കുക. ഫസ്റ്റ് ആ ഒരു പെയിൻറ്റിൻ്റെ ഡ്രോപ്പിൽ എത്രയാണ് എഴുതിയിട്ടുള്ളത് മക്കളെ? 28/7 ആണ് എഴുതിയിട്ടുള്ളത്. 28 ഹരിക്കണം 7 ആണ് നമുക്ക് എഴുതിയിട്ടുള്ളത്. എത്രയാണ് മക്കളെ ആൻസർ വരുന്നത്? അത് ചെയ്യാനായിട്ട് നമുക്ക് എന്തറിയണം? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ മക്കളെ, എന്നിട്ട് അതിൽ നമുക്ക് 7ൻ്റെ ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? ഏത് നമ്പർ കൊണ്ട് 7 മൾട്ടിപ്ലൈ ചെയ്താലാണ് 28 കിട്ടുക എന്നതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? അപ്പം നോക്കിക്കേ മക്കളെ, 7ൻ്റെ ഈ ഒരു ടേബിളിൽ ഇവിടെ നോക്കിക്കേ, 7 × 4 എത്രയാണ് മക്കളെ? 28 ആണ് അല്ലേ? 7 × 4 അല്ലേ? അതായത് 7നെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? 28 കിട്ടുക. അപ്പോൾ നമ്മൾ ഏത് ക്യാനിലോട്ട് വേണം നമുക്കത് വരച്ച് ചേർക്കാനായിട്ട്? യെസ്, 4 എന്നുള്ള ക്യാനിലോട്ട് വേണം അതിനെ മാച്ച് ചെയ്യാനായിട്ട്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ? അതുപോലെ 12/6, ദെൻ 10/1, 24 ഹരിക്കണം 8, 56 ഹരിക്കണം 8 എന്നിങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് അവിടെ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. മക്കൾ എന്ത് ചെയ്യണം? ഇത് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ വാട്സപ്പിലോട്ട് മിസ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ഫോട്ടോ കൂടി ഷെയർ ചെയ്യുക. മക്കൾ വാട്സപ്പിൽ തന്നെ പെൻസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെത് കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ അതിലോട്ട് മാച്ച് ചെയ്യുക. ഇനി അടുത്ത 10/1 ആണല്ലോ. 10 ഹരിക്കണം 1 എത്രയാണ് മക്കൾ ആൻസർ വരുന്നത്? 10 ആണ് ആൻസർ വരുന്നതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? അത്തരത്തിൽ നോക്കുക കേട്ടോ. ഓരോന്നും ചെയ്തിട്ട് എത്രയാണ് ആൻസർ കിട്ടുന്നത് അതിലോട്ട് മക്കൾ വാട്സപ്പിലെ പെൻസിൽ എടുത്തിട്ട് മാച്ച് ചെയ്താൽ മതിയാവും കേട്ടോ. നോട്ട്ബുക്കിൽ മക്കൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. മിസ് അത് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള ടേബിൾ മിസ് പറഞ്ഞിട്ടുണ്ട്. മസ്റ്റായിട്ട് മക്കൾ എന്ത് ചെയ്യണം? പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തിൽ ചെറിയ ഹരിക്കാനുള്ള കണക്കുകൾ വന്നാൽ എല്ലാവരും ചെയ്യല്ലോ. ഈ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഹരിക്കാനുള്ള മറ്റ് ചില കണക്കുകളൂടെ നോക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇവിടെ മിസ് ഒരു 6 കണക്കുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ മക്കൾക്കറിയാലോ, ഇത്തരത്തിൽ നമുക്ക് ഗുണനം ചെയ്യാനായിട്ട്, ഡിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് വേണം കേട്ടോ. അത് കൃത്യമായിട്ട് മക്കൾ 10 വരെ പഠിച്ചിട്ടിരിക്കണേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 58/2 ആണല്ലേ? 58 ഹരിക്കണം 2 ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 58ൽ ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 5 ആണ് അല്ലേ? 5ൽ എത്ര ടൈംസിന് നമുക്ക് 2 എടുക്കാം അല്ലേ? 5ൽ നിന്ന് എത്ര ടൈംസ് നമുക്ക് 2 എടുക്കാം എന്നുള്ളത് നോക്കണം അല്ലേ? എത്ര ടൈംസ് ആണ് മക്കളെ? അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2ൻ്റെ ടേബിൾ പറഞ്ഞ് നോക്കാം അല്ലേ? അപ്പോൾ 2ൻ്റെ ടേബിൾ കൂട്ടുകാർക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുകളിലുണ്ട് 2ൻ്റെ ടേബിൾ. അപ്പോൾ അതിൽ നിന്ന് എത്ര പ്രാവശ്യം നമുക്കറിയാം അല്ലേ? 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 2 എന്താണ്? 4 ആണ് അല്ലേ? ഓക്കെ മക്കളെ, 2 × 3 ആകുന്ന സമയത്ത് എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറില്ലേ? നമുക്ക് എന്തേ പറ്റുള്ളൂ? 5ലാണ് നോക്കേണ്ടത് അല്ലേ? 5 വരെ ആകുമ്പോൾ ഏതൊക്കെയാണ് വരിക? 2 × 1 2 × 2 ആണല്ലേ? അതായത് 2 പ്രാവശ്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? 5ൽ നിന്ന് 2നെ എടുക്കാനായിട്ട് പറ്റുക അല്ലേ? അത് മനസ്സിലായോ മക്കളെ? ഇപ്പോൾ നോക്കിക്കേ, 5 1 2 3 4 5 ബോൾസ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? 5 ബോൾസിനെ 2ൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റുകയാണ് അല്ലേ? 2ൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റുമ്പോൾ ഇതൊരു കൂട്ടം, ഇതൊരു കൂട്ടം. എത്ര കൂട്ടമാണ് ആക്കാൻ പറ്റുന്നത്? 2 കൂട്ടമാണ് ആക്കാനായിട്ട് പറ്റുന്നത് അല്ലേ? ബാലൻസ് ആണ് എന്തുള്ളത്? 1 ഉള്ളത്. അപ്പോൾ എത്ര കൂട്ടമാണ് ആക്കാൻ പറ്റുന്നത്?
രണ്ട് കൂട്ടാണ് ആക്കാനായിട്ട് കഴിയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് 5ൽ എത്ര ടൈംസ് 2 എടുക്കാം? 2 പ്രാവശ്യം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 × 2 എത്രയാണ് മക്കളെ? 2 × 2 നമുക്കറിയാം എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പം നമുക്കിവിടെ എഴുതാം എന്ത്? 4 എന്ന് എഴുതാം. എവിടെയാണ് എഴുതേണ്ടത്? യെസ്, ഈ 5ന് നേരെ താഴെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? 4 എന്ന് എഴുതുക. ഓക്കെ, ദെൻ അണ്ടർലൈൻ ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണ് മക്കൾ ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, 8 അല്ലേ ആദ്യത്തെ നമ്പർ. 8 മൈനസ് താഴെ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 8ന് നേരെ താഴേക്ക് തന്നെ എഴുതാം. അത് 5 - 1 ആണല്ലേ. എത്രയാണ് മക്കളെ? 5 കുറയ്ക്കണം 4 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. 18 ആൻസർ കിട്ടി. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് വീണ്ടും എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ 18 എന്നുള്ള നമ്പറിൽ എത്ര പ്രാവശ്യമാണ് 2 ഉള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. 18ൽ എത്ര പ്രാവശ്യമാണ്, എത്ര ടൈംസ് ഉണ്ട് മക്കളെ? 18ൽ നിന്ന് എത്ര പ്രാവശ്യം നമുക്ക് 2ൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റാം? അതിന് നമുക്ക് 2ൻ്റെ ടേബിൾ അറിയണം അല്ലേ. നോക്കിക്കേ മക്കളെ, 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10, 2 × 6 12, 2 × 7 14, 2 × 8 16, 2 × 9 എത്രയാണ്? 80 ഇല്ലേ. 2 ഗുണിക്കണം 9 എന്താണ്? അല്ലെങ്കിൽ 9 ഗുണിക്കണം 2 ആണ് എന്ത്? 18 വരുന്നത് അല്ലേ. അതായത് 18ൽ നിന്ന് എത്ര തവണ നമുക്ക് 2നെ എടുക്കാം മക്കളെ? 9 തവണ അല്ലേ. എത്ര തവണ? 9 തവണ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് അല്ലേ. നമ്മൾ 9 × ഏത് ചെയ്യും? 2 ചെയ്യും അല്ലേ. 9 × 2 എത്രയാണ്? 9 × 2 18 ആണ്. ഇനി വേണമെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കാം. 9 × 2 9ൻ്റെ ടേബിൾ നോക്കിക്കുക എത്രയാണ്? 18 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ 18 ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്താണ് മക്കളെ? മൈനസ് ചെയ്യുക അല്ലേ. 8 - 8 എന്താണ്? 0 ആണ്. 1 - 1 എന്താണ്? 0 ആണ്. ഇനി ഇവിടെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 58ന് മുഴുവൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 29 എന്ന ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? 29. 58 / 2 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 29 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കാം. 78 / 3 ആണ് ചെയ്യേണ്ടത് അല്ലേ. 78 ഹരിക്കണം 3 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് നോക്കണം? 7ൽ എത്ര തവണ 7ൽ 3 പോവോ എന്ന് നോക്കണം അല്ലേ. 7ൽ നിന്ന് എത്ര തവണ നമുക്ക് 3 എടുക്കാനായിട്ട് പറ്റും? 3ൻ്റെ ടേബിൾ നോക്കിക്കേ. 3 × 1 3, 3 × 2 6, 3 × 3 എത്രയാണ് മക്കളെ? 9 ആയില്ലേ. നമുക്ക് 7 അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര പ്രാവശ്യം 3 എടുക്കാൻ പറ്റുന്നത്? 2 പ്രാവശ്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 2 എഴുതണം അല്ലേ. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. നമ്മൾ 7ൻ്റെ താഴെ വേണം എഴുതാനായിട്ട്. സ്ഥലം മാറിപ്പോകരുതേ. 7ന് നേരെ താഴെ തന്നെ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാമല്ലോ. 7 - 6 എത്രയാണ്? 1. ഈ 8നെ നമ്മൾ നേരെ താഴേക്ക് ഇറക്കി എഴുതി. ഓക്കെ മക്കളെ, ഇനി നേരത്തെ സെയിം പ്രോസസ്സ് അല്ലേ. എന്താണ്? 80ൽ നിന്ന് എത്ര പ്രാവശ്യം നമുക്ക് 3നെ മാറ്റി വെക്കാം? അപ്പോൾ 3ൻ്റെ ടേബിൾ ഒന്നുകൂടി നോക്കിക്കുക മക്കളെ. 18 കിട്ടുന്നതാ ഇവിടെ നിങ്ങൾക്ക്. 3 × 6 എന്താണ്? 18 ആണ് അല്ലേ. അതായത് 18ൽ നിന്ന് എത്ര പ്രാവശ്യം 3നെ എടുക്കാം നമുക്ക്? 6 ടൈംസ് അല്ലേ. 6 × 3. ഓക്കെ മക്കളെ, ദെൻ 6 × 3 ചെയ്താൽ എത്രയാണ്? അഗെയിൻ 18 കിട്ടും. മൈനസ് ചെയ്യുക എത്രയാണ്? 0. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 26 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അതുപോലെ അടുത്ത് നോക്കിക്കുക മക്കളെ. 16 / 4 അല്ലേ. 60 ഹരിക്കണം 4 ആണ് ചെയ്യുക. 6ൽ എത്ര തവണ 4 എടുക്കാം മക്കളെ? ഒറ്റ തവണയെ കഴിയുള്ളൂ അല്ലേ. 1 ഗുണിക്കണം 4 4 ആണ് അല്ലേ. 2 ഗുണിക്കണം 4 ആകുമ്പോൾ 8 ആയിട്ട് മാറും. നമുക്ക് 6 അല്ലേ നമ്മുടെ കഴിയിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യം നമുക്ക് 4ന് എടുക്കാൻ പറ്റുള്ളൂ. ഇനി 1 ഗുണിക്കണം 4 എത്രയാണ്? 4 ആണ്. ഇവിടെ എഴുതി നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 6 - 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്ത് ചെയ്തു? 2ൽ നിന്ന് 4 നമുക്ക് എടുക്കാനായിട്ട് കഴിയോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? മുകളിലുള്ള ഈ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ എത്രയായി? 20 ആയില്ലേ. 20ൽ നിന്ന് എത്ര ടൈംസ് നമുക്ക് 4നെ എടുക്കാം? 4ൻ്റെ ടേബിൾ നോക്കിക്കുക മക്കളെ. 4 × 5 ആണ് എന്ത്? 20. അതായത് 20ൽ നിന്ന് 5 തവണ നമുക്ക് എന്ത് ചെയ്യാം? 4നെ എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 5 എഴുതാം. 5 × 4 അല്ലേ. 5 ഗുണിക്കണം 4 എത്രയാണ്? 20. 2 കൂടി മൈനസ് ചെയ്യുക 0. ഇനി ഏതെങ്കിലും നമ്പേഴ്സ് അവിടെ ഉണ്ടോ? നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. എത്രയാണ്? 15 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി നെക്സ്റ്റ് 1 നോക്കിക്കേ. ഇതുകൂടി മിസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ഈ 1 2 3 4 5 ഇത് മക്കൾക്ക് ഹോംവർക്കാണ്. മക്കൾ ചെയ്യണം. ഓക്കെ മക്കളെ, നോക്കിക്കേ. ആദ്യം നമുക്ക് 72 / 4 ആണ് ചെയ്യേണ്ടത് അല്ലേ. 72 ഹരിക്കണം 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്പർ 7ൽ നിന്ന് 4 നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം അല്ലേ.
എടുക്കാൻ പറ്റില്ല മക്കളെ. 1 × 4 4, 2 × 4 എത്രയാണ് 8 ആവില്ല, അത് പറ്റില്ല. അതുകൊണ്ട് ഒറ്റ തവണ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം 1 × 4 4ആണ്. അപ്പോൾ 1 × 4 4 നമ്മൾ 7 എഴുതി. 7 - 4 എത്രയാണ് മക്കളെ 7. കുറയ്ക്കണം 4 എന്ന് പറഞ്ഞാൽ 3ആണ്. 3ൽ നിന്ന് 4 പോവോ മക്കളെ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത നമ്പർ താഴേക്ക് നമ്മൾ ഇറക്കി എഴുതി. 32 അല്ലേ, 32ൽ നിന്ന് എത്ര തവണ 4 പോകും മക്കളെ? 4ൻ്റെ പട്ടിക നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാം 4 × 8 ആണ് എന്ത് 32 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 8 പ്രാവശ്യം പോകും അല്ലേ. അപ്പം 8 × 4 എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 - 32 0. വേറെ നമ്പേഴ്സ് ഒന്നും താഴേക്ക് എഴുതാനില്ലാത്തതുകൊണ്ട് എന്താണ് ആൻസർ 18 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ ഇത്തരത്തിൽ 2 ഡിജിറ്റ് വരുന്ന സമയത്ത് മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പം മക്കൾ മിസ് ഇവിടെ തന്നിട്ടുള്ള 5 പ്രോബ്ലംസും ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗത്തോട്ട് പോവാം. ഇതേ സെയിം ഡിവിഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ എത്ര നമ്പറാണ് മക്കളെ? 3 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. എത്ര നമ്പർ ഉണ്ട്? 3 ഡിജിറ്റ്സ് ഉള്ള നമ്പറോട് മിസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 അക്ക സംഖ്യ വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മിസ് ഒന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തരാം. അതിലുള്ള ബാക്കി പ്രോബ്ലംസ് കൂടി മക്കൾ ചെയ്യണം. ഓക്കെ മക്കളെ. അപ്പം നേരത്തെ തന്നിട്ടുള്ളത് ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളത് ഒരു ഡിവിഷൻ മിസ് പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഒരു പെയിൻറ്റ് ക്യാൻ്റെ അത് മക്കൾ ചെയ്യണം. നേരത്തെ കണ്ട 2 ഡിജിറ്റ് വരുന്നത് ചെയ്യണം. ഇപ്പോൾ അതാ മിസ് കുറച്ച് 2 ഡിജിറ്റും ഉണ്ട്, അതുപോലെ തന്നെ 3 ഡിജിറ്റിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം മിസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഏതാണ് മക്കളെ? 245 / 7 ആണ് ചെയ്യേണ്ടത് അല്ലേ. 245 ഹരിക്കണം 7 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 245 ആദ്യത്തെ നമ്പർ 2 ആണ്. 2ൽ നിന്ന് നമുക്ക് 7 എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരു നമ്പർ കൂടി കൂട്ടിയിട്ട് 24 ആയി അല്ലേ. 24ൽ നിന്ന് നമുക്ക് 7 എടുക്കാൻ പറ്റുമോ? 7ൻ്റെ ടേബിൾ നോക്കിക്കേ, എത്ര പ്രാവശ്യം നമുക്ക് പോവാം? 1 × 7 എന്ന് പറഞ്ഞാൽ 7 ആണ് അല്ലേ. അതിൽ 7 × 2 എന്ന് പറഞ്ഞാൽ 14, 7 × 3 എന്ന് പറഞ്ഞാൽ 21 ഉണ്ട് അല്ലേ. അടുത്തതാകുമ്പോൾ 28 ആയി. പക്ഷെ നമ്മളത് 24 അല്ലേ ഉള്ളൂ. അപ്പോൾ 24ൽ നിന്ന് 21 നമുക്ക് ഇങ്ങോട്ട് മാറ്റാം അല്ലേ. അതായത് 3 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് 7 എടുക്കാം അല്ലേ. ഇനി 3 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് മക്കളെ? മൈനസ് ചെയ്യുക അല്ലേ. ഓക്കെ, 4 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 - 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 - 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് മക്കൾ അവിടെ എഴുതണ്ട കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 3ൽ നിന്ന് എത്ര ടൈംസ് നമുക്ക് 7നെ മാറ്റാം? 3 മിഠായി ഉള്ളതിൽ നിന്ന് 7 മിഠായി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി നമ്പർ മുകളിലുണ്ടോ നോക്കുക, താഴേക്ക് ഇറക്കി എഴുതാൻ. ഉണ്ട് അല്ലേ. 5ന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ 5നെ നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് ഇറക്കി എഴുതാം. ഇനി 35 മിഠായിൽ നിന്ന് എത്ര തവണ നമുക്ക് 7ൻ്റെ കൂട്ടങ്ങൾ മിഠായി ആയിട്ട് എടുക്കാം? എത്ര തവണ എടുക്കാം മക്കളെ? 7ൻ്റെ ടേബിൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാം 7 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ആണ്. 7 × 5 അല്ലേ. അപ്പോൾ 5 ടൈംസ് എടുക്കാം. അപ്പോൾ 5 × 7 അല്ലേ. 5 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 ആണ്. അടുത്തത് എന്താ ചെയ്യുക? സ്റ്റെപ്പ് മൈനസ് ചെയ്യുക. 5 - 5 0, 3 - 3 0. ഇനി ഏതെങ്കിലും നമ്പറിനെ താഴേക്ക് എഴുതാണ്ടോ മക്കളെ? 5 കഴിഞ്ഞിട്ട് ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്കതവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 35 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്? 100 ഹരിക്കണം 2 ആണ് അല്ലേ. 100 ഹരിക്കണം 2 ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. അത് മക്കൾക്ക് ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. മക്കളത് ചെയ്ത് നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാതെ തന്നെ ആൻസർ ചെയ്യുക. 100 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 100നെ പകുതിയാക്കുക, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 100നെ പകുതിയാക്കി എത്രയാണ്? ഓഫ് കോഴ്സ് എത്രയാണ്? 50 ആണ് അല്ലേ. ഓക്കെ, അത് നിങ്ങൾ കൂടുതൽ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഇപ്പോൾ നമുക്ക് 1ൽ 2 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ 10ൽ നോക്കുക അല്ലേ. 10ൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം നമുക്ക് എടുക്കുക. 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. അത് മക്കൾക്ക് അറിയാം. പിന്നെ നമുക്കൊരു 0യുടെ ഉള്ളൂ. ആ 0 മക്കൾ എന്ത് ചെയ്താൽ മതി? ആൻസറിൽ ഇട്ട് കൊടുത്താൽ മതി. 15 മുഴുവൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് മക്കൾ ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. 48 / 4 ഹോംവർക്കായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ മക്കളെ, അതും ഹോംവർക്കായിട്ട് ചെയ്യുക. ഇതും മക്കൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. ഇവിടെ 3 എണ്ണമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ലാസ്റ്റ് 1 മിസ് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. 175 / 5 ആണ് അല്ലേ.
ഓക്കെ മക്കളെ, നോക്കിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 1ൽ നിന്ന് 5 പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒരു നമ്പറിനോട് കൂട്ടിയിട്ട് 17ൽ നിന്ന് എത്ര തവണ 5 എടുക്കാൻ പറ്റും നോക്കുക. 5, 10, 15 ആണ് അല്ലേ? 3 പ്രാവശ്യമല്ലേ 5ൻ്റെ ടേബിൾ നോക്കിക്കേ. 3 പ്രാവശ്യം നമുക്ക് പറ്റുള്ളൂ അല്ലേ? 4ാമത്തെ ടൈം എടുക്കുമ്പോൾ എത്ര? 20. പക്ഷേ 20 നമ്മുടെ കയ്യിലില്ല, 17 ഉള്ളൂ. അതുകൊണ്ട് 3 എന്ന് എഴുതി. ഇനി 3 ഗുണിക്കണം 5 ചെയ്യണം, 15 ആണ്. അത് നമ്മൾ 17 നേരെ താഴെ എഴുതി. ദെൻ മൈനസ് ചെയ്യുക. 7 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് നമ്മൾ എഴുതണ്ട. അടുത്തത് 2ൽ നിന്ന് എത്ര ടൈംസ് നമുക്ക് 5 എടുക്കാൻ പറ്റുമോ മക്കളെ? ഇല്ല. അതുകൊണ്ട് തൊട്ടടുത്ത നമ്പർ ഇറക്കി എഴുതാനുണ്ടെങ്കിൽ അത് താഴേക്ക് എഴുതുക. എത്രയാണ്? 25 ആണ്. 25 എന്ന് പറഞ്ഞാൽ എത്ര 5 ആണ് മക്കളെ? നോക്കിക്കേ. 5 × 5 ആണ് 25 അല്ലേ? അതായത് 5 പ്രാവശ്യം എടുക്കാം. 5 × 5 25. ദെൻ മൈനസ് ചെയ്യുക 0. ഇനി ഏതെങ്കിലും നമ്പർ ഇറക്കി എഴുതാനുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹരിക്കാനുള്ള കണക്കുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും നമ്മൾ ഹരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇനിയും വരുന്നുണ്ട്. റിമൈൻഡർ വരുന്ന കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുക? ഇന്നത്തെ ക്ലാസ്സിൽ മിസ് തന്നിട്ടുള്ള വർക്കുകളൊക്കെ നന്നായിട്ട് നോക്കുക. അത് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഫോട്ടോ എടുത്ത് അയയ്ക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മറക്കണ്ട. 10 വരെയുള്ളത് കൃത്യമായിട്ട് മക്കൾ ചെയ്യണം. ഓക്കെ മക്കളെ? അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.